നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഈ ക്ലാസ്സിൽ കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കുകയാണ്. കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. അപ്പം നമ്മളതിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. അപ്പൊ നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ കേരള പി എസ് സി ചോദിക്കുന്നുണ്ട് അല്ലെ. അതിൽ ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് നാളികേര ഗവേഷണ കേന്ദ്രം. അപ്പൊ കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ബാലരാമപുരമാണ്, തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ബാലരാമപുരം, തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത് നോക്കാം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം. ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാറോട്ട് കോണത്തിലാണ് മണ്ണ് പരിശോധന കേന്ദ്രം. നമുക്കറിയാം ഈ പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് അല്ലേ. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. അപ്പോൾ കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാറോട്ട് കോണമാണ്, തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ മറ്റൊന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതേതാണ്? നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, തിരുവനന്തപുരം. അതുപോലെ തന്നെ മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ട് കോണം, തിരുവനന്തപുരം. സംശയമില്ലല്ലോ, ഇതിൽ വേറെ സംശയമൊന്നുമില്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത് ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ എവിടെയാണ്? കേരളത്തിൽ നമ്മുടെ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? കവടിയാറാണ്. ഈ കവടിയാറ് ഏത് ജില്ലയിലാണ്? അതും തിരുവനന്തപുരത്താണ് കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ത്, നമ്മുടെ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയും തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എന്തൊക്കെയുണ്ട്? നമ്മുടെ നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, തിരുവനന്തപുരം. മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകുണം, തിരുവനന്തപുരം. അതുപോലെ തന്നെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാറ്, തിരുവനന്തപുരം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. കാര്യം പലരും ഇപ്പോൾ നോളജ് ഫാക്ടറി പി എസ് സി നടിക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു ചാനൽ കിട്ടുന്നില്ല. കാര്യം നമ്മുടെ ചാനൽ ഓൾറെഡി അത് ഹാക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാനൽ മുന്നോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം ഇത് സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പന്നിയൂരാണ് അല്ലെ. പക്ഷേ ഈ പന്നിയൂർ എവിടെയാണെന്ന് പലർക്കും അറിയത്തില്ല. എവിടെയാണ് ഈ പന്നിയൂരുള്ളത്? അത് കണ്ണൂരിലാണ് അല്ലെ. അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പന്നിയൂരാണ്, കണ്ണൂരാണെന്ന് അറിഞ്ഞിരിക്കുക. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പന്നിയൂര് കണ്ണൂരാണെന്ന് പലർക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, കണ്ണൂരാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് വരുന്ന ഏതാണ്? നമ്മുടെ അഗ്രോണമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? ശ്രദ്ധിക്കുക, അഗ്രോണമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? എവിടെയാണ് അഗ്രോണമിക് റിസർച്ച് സെന്റർ ഉള്ളത്? അത് ചാലക്കുടിയാണ്, തൃശ്ശൂരാണ് കേട്ടോ. അഗ്രോണമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? അത് ചാലക്കുടിയിലാണ്, തൃശ്ശൂരിലാണ് അഗ്രോണമിക് റിസർച്ച് സെന്റർ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ അഗ്രോണമിക് റിസർച്ച് സെന്റർ. ചാലക്കുടി, തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ? അപ്പൊ തൃശ്ശൂര് ഉള്ളത് ഒരെണ്ണമാണ് അഗ്രോണമിക് റിസർച്ച് സെന്റർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, കണ്ണൂരാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കേണ്ടത് അടയ്ക്ക ഗവേഷണ കേന്ദ്രം. അടയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? അടയ്ക്ക നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പഴഞ്ചൊല്ലി കേൾക്കാറില്ലേ? അടയ്ക്കയാണെങ്കിൽ എടുത്ത് പോക്കറ്റ് വയ്ക്കാം, അടയ്ക്ക മരമാണെങ്കിൽ എടുത്ത് എവിടെ വയ്ക്കാന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അടയ്ക്ക എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പാക്കാണ് കേട്ടോ, പാക്ക്. അപ്പോൾ അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അടയ്ക്ക ഗവേഷണ കേന്ദ്രം അത് പാലക്കാടും ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്, പീച്ചിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടേക്കുണ്ട് പാലക്കാട്, തിരുവനന്തപുരം, പീച്ചി. ഈ 3 സ്ഥലങ്ങളിൽ എന്തുണ്ട്? അടയ്ക്ക ഗവേഷണ കേന്ദ്രം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പാലക്കാട്, തിരുവനന്തപുരം, പീച്ചി ഈ 3 സ്ഥലങ്ങളിലും അടയ്ക്ക ഗവേഷണ കേന്ദ്രം ഉണ്ട്. അടുത്ത് നാളികേര വികസന ബോർഡ് എവിടെയാണ്? അത് കൊച്ചിയിലാണ് കേട്ടോ. നാളികേര ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? ബാലരാമപുരം, തിരുവനന്തപുരത്താണ്. എന്നാൽ നാളികേര വികസന ബോർഡ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്, എറണാകുളത്താണ് അല്ലെ. അപ്പോൾ നാളികേര വികസന ബോർഡ് കൊച്ചി, എറണാകുളവും. നാളികേര ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് ബാലരാമപുരമാണെന്ന് അറിഞ്ഞിരിക്കുക. ബാലരാമപുരം, തിരുവനന്തപുരവുമാണ്. ഓക്കെ, അടുത്ത് സെൻട്രൽ സ്റ്റേറ്റ് ഫാം എവിടെയാണ്? സെൻട്രൽ സ്റ്റേറ്റ് ഫാം എവിടെയാണ്? അത് ആറളത്താണ് കേട്ടോ. എവിടെയാണ്? ആറളത്താണ് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഫാം വരുന്നത്. എവിടെയാണ്? ആറളത്താണ്. അടുത്ത് അക്മാർക്ക്. നമുക്കറിയാം അക്മാർക്ക് എന്താണ്? അക്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് കൊടുക്കുന്ന അക്മാർക്കാണ് അല്ലെ. എന്താണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് കൊടുക്കുന്ന നമ്മുടെ BIS ഹോൾമാർക്ക് പോലെയുള്ള പരിശുദ്ധമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുദ്രയാണ് എന്ത്? അക്മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്മാർക്കിന്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തത്തമംഗലത്താണ്, പാലക്കാടാണ്. അക്മാർക്കിന്റെ കേന്ദ്രം എവിടെയാണ്? തത്തമംഗലമാണ്. തത്തമംഗലം എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അക്മാർക്കിന്റെ കേന്ദ്രം, തത്തമംഗലം, പാലക്കാട്. അടുത്ത് ശ്രദ്ധിക്കുക ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. ശ്രദ്ധിക്കുക
ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. എവിടെയാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം വരുന്നത്? അത് പാലോടാണ് കേട്ടോ. പാലോട് എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ബാലരാമപുരത്തുള്ള നാളികേര ഗവേഷണ കേന്ദ്രം പഠിച്ചു. പാറോട്ടുകോണം നമ്മുടെ മണ്ണ് ഗവേഷണ കേന്ദ്രം അല്ലെ, പാറോട്ടുകോണം തിരുവനന്തപുരമാണെന്ന് പഠിച്ചു. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെ തന്നെയാണ്? പാലോട് തിരുവനന്തപുരത്ത് തന്നെയാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? അത് തൃശ്ശൂരും മണ്ണൂത്തിയാണ് കേട്ടോ. ഏകദേശം 900 ഏക്കറോളം വരുന്ന ഭൂമിയാണ് നമ്മുടെ ഈ ഒരു മണ്ണൂത്തിയിലുള്ള ഈ ഒരു കാർഷിക സർവകലാശാല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? മണ്ണൂത്തി തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. മണ്ണൂത്തി തൃശ്ശൂരാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പീച്ചി ആണ്, തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് പീച്ചി തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂരാണ്. അടുത്ത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് കോഴിക്കോടാണെന്ന് അറിഞ്ഞിരിക്കുക. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കോഴിക്കോടാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് അറിയാമോ? അത് ശ്രീകാര്യമാണ്, തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് ശ്രീകാര്യം തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരമാണെന്ന് അറിഞ്ഞിരിക്കുക. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം അത് ആനക്കയമാണ്, മലപ്പുറമാണ് കേട്ടോ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയം, മലപ്പുറം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയം, മലപ്പുറം. ക്ലിയർ അല്ലേ? അടുത്ത് പുൽത്തൈല ഗവേഷണ കേന്ദ്രം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി, എറണാകുളമാണ് കേട്ടോ. എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം? എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓടക്കാലിയിലാണ്. ഈ ഓടക്കാലി എവിടെയാണ്? എറണാകുളത്താണ് ഓടക്കാലി ഉള്ളത്. ഓക്കെ അല്ലേ? പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. അടുത്ത് സുഗന്ധ ഭവൻ. എവിടെയാണ് ഈ സുഗന്ധ ഭവൻ ഉള്ളത്? എവിടെയാണെന്ന് അറിയാമോ? അത് പാലാരിവട്ടമാണ്. ഈ പാലാരിവട്ടം എവിടെയാണ്? നമ്മുടെ എറണാകുളത്താണ് അല്ലെ. അപ്പോൾ സുഗന്ധ ഭവൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലാരിവട്ടമാണ്, എറണാകുളമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, കേരാഫെഡ്. ഈ കേരാഫെഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് നമ്മുടെ കേരാഫെഡിന്റെ ആസ്ഥാനം വരുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബി-ഫെഡ് എവിടെയാണെന്നാണ്. ഈ ബി-ഫെഡ് എവിടെയാണ്? അത് പാപ്പനംകോടാണ്. ഈ പാപ്പനംകോടും തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരാഫെഡും ബി-ഫെഡും എവിടെയെന്ന് ചോദിച്ചാൽ അത് പാപ്പനംകോടാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാനായി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. കാര്യം നമ്മൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പുസ്തകം എടുത്ത് വെച്ച് മറിച്ച് നോക്കിയാൽ മതിയല്ലോ, ഈ വീഡിയോ മൊത്തം കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാനായി ശ്രമിക്കുക. കേരാഫെഡ് തിരുവനന്തപുരം, ബി-ഫെഡ് ആണെങ്കിൽ പാപ്പനംകോട്. അടുത്ത് നോക്കേണ്ടത് സെറീഫെഡ്. ഈ സെറീഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അതും നമ്മുടെ തിരുവനന്തപുരം പട്ടത്താണ് അല്ലെ. അപ്പോൾ സെറീഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം പട്ടമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ബാംബു കോർപ്പറേഷൻ. ഈ ബാംബു കോർപ്പറേഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? അത് അങ്കമാലിയാണ്, എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് അങ്കമാലി, എറണാകുളമാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബാംബു കോർപ്പറേഷൻ, അങ്കമാലി, എറണാകുളം. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഏലം ഗവേഷണ കേന്ദ്രം. ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാമ്പാടും പാറ, ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാടും പാറയാണ്, ഇടുക്കിയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് അറിയാമോ? കൈതച്ചക്ക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏലമാണെങ്കിൽ അത് പാമ്പാടും പാറ, ഏലം, പാമ്പാടും പാറ, ഇടുക്കി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് നമ്മുടെ വെള്ളാനിക്കര, തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കൈതച്ചക്ക എന്താണ്? നമ്മുടെ കൈതച്ചക്കയാണെങ്കിൽ കൈതച്ചക്കയാണെങ്കിൽ വെള്ളാനിക്കര, തൃശ്ശൂരാണ് അല്ലെ. കൈതച്ചക്ക വെള്ളാനിക്കര, തൃശ്ശൂരാണ്. അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡാണ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രം. ഈ പറയുന്ന എല്ലാം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ്. നമ്മുടെ വൈറ്റിലയും കായംകുളവും പട്ടാമ്പിയും മാങ്കൊമ്പും എല്ലാം എന്ത് തന്നെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ തന്നെയാണ്. അടുത്ത നമുക്ക് നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് ഈ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്? അത് കോട്ടയത്താണല്ലേ. നമുക്കറിയാം ലാൻഡ് ഓഫ് ലാറ്റക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് കോട്ടയം തന്നെയാണ്. അപ്പൊ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതും ഇവിടെ തന്നെയാണ്, കോട്ടയത്ത് തന്നെയാണ് അല്ലെ. അടുത്ത ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കണ്ണാറയാണ്, തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് കണ്ണാറയാണ്, തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കരിമ്പ് ഗവേഷണ കേന്ദ്രം
അത് തിരുവല്ലയാണ്, പത്തനംതിട്ടയാണ് കേട്ടോ. തിരുവല്ല പത്തനംതിട്ടയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉള്ളത്. തിരുവല്ല പത്തനംതിട്ടയാണ്. അടുത്ത നമുക്ക് നോക്കേണ്ടത് മേനോൻ പാറ പാലക്കാട് എന്തുണ്ട്, കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉണ്ട്. അപ്പൊ 2 സ്ഥലമുണ്ട് കരിമ്പ് ഗവേഷണ കേന്ദ്രമാണെങ്കിൽ, ഒന്ന് തിരുവല്ല പത്തനംതിട്ടയും 2 മേനോൻ പാറ പാലക്കാടുമാണ്. അപ്പൊ കരിമ്പ് ഗവേഷണ കേന്ദ്രം 2 എണ്ണം, ഒന്ന് തിരുവല്ല പത്തനംതിട്ട, 2 മേനോൻ പാറ പാലക്കാട്. അടുത്ത ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയലാണ്, വയനാടിലാണ് അല്ലെ. അപ്പൊ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അമ്പലവയലാണ്, വയനാടാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം, നമ്മൾ കാപ്പി ചുണ്ടിൽ വെച്ചല്ലേ കുടിക്കുന്നത്. അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ചുണ്ടയിലാണ് അല്ലെ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചുണ്ടയിലാണ്. നമ്മൾ കാപ്പി കുടിക്കുന്നത് ചുണ്ടയിൽ വെച്ചാണ്. ഓക്കെ. അടുത്ത നാഷണൽ സീഡ് കോർപ്പറേഷൻ എവിടെയാണ്? നാഷണൽ സീഡ് കോർപ്പറേഷൻ അത് കരമനയാണ്, തിരുവനന്തപുരത്താണ് കേട്ടോ. നാഷണൽ സീഡ്, ഓക്കെ, വിത്തിന്റെ ആണ്. നാഷണൽ സീഡ് കോർപ്പറേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കരമനയാണ്, തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എവിടെയാണെന്ന് അറിയാമോ? ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അത് കോട്ടയത്താണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് വരുന്നത്. അടുത്ത നമ്മുടെ കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ വെള്ളയമ്പലമാണ്. വെള്ളയമ്പലം തിരുവനന്തപുരത്താണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് വെള്ളയമ്പലമാണ്, തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് അത്താണിയാണ്. അഗ്രോ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അന്നം കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ, അത്താഴം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിലേ നമുക്ക് അത്താഴം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആസ്ഥാനം ചോദിച്ചാൽ അത് അത്താണിയാണ്, തൃശ്ശൂരാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ശ്രദ്ധിക്കുക, സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ഈ പെസ്റ്റ് മാനേജ്മെന്റ്? ഈ കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന കീടനാശിനിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. അപ്പോൾ സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. എനിക്കറിയാം ഇത് കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു PSC പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇതുവരെ പറഞ്ഞതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പൊ നമ്മൾ കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് പറഞ്ഞത്. നാളികേര ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ബാലരാമപുരം, തിരുവനന്തപുരം. മണ്ണ് പരിശോധന കേന്ദ്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക, ഇതൊന്ന് കേട്ടിട്ട് സ്വയം പറയാനായിട്ട് ശ്രമിക്കുക. അറിഞ്ഞിടാത്താണെങ്കിൽ സ്ക്രീനിൽ നോക്കുക. അപ്പോൾ മണ്ണ് പരിശോധന കേന്ദ്രമാണെങ്കിൽ പാറോട്ടുകുണം, തിരുവനന്തപുരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂര്. അഗ്രോണമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലക്കുടി, തൃശ്ശൂര്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് പറഞ്ഞു? പാലക്കാട്. തിരുവനന്തപുരം പീച്ചിയിൽ എന്തുണ്ട്? ഈ അടയ്ക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ പീച്ചി എവിടെയാണെന്ന് നമുക്കറിയാം, തൃശ്ശൂരാണ് അല്ലെ. TSR എന്ന് പറയുന്നത് തൃശ്ശൂരാണ് പീച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം. നാളികേര വികസന ബോർഡ് ആണെങ്കിൽ കൊച്ചിയിലാണെന്നറിയാം. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആണെങ്കിൽ ആറളം. അക്മാർക്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് തത്തമംഗലം, പാലക്കാടാണ്. നമ്മൾ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് പാലോട്, തിരുവനന്തപുരമാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂരാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശ്ശൂരാണ്. നമ്മുടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് നമുക്കറിയാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം നമുക്കറിയാം ശ്രീകാര്യം, തിരുവനന്തപുരമാണ്. പിന്നെ നമ്മൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പറഞ്ഞു, ആനക്കയം, മലപ്പുറമാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. സുഗന്ധ ഭവനാണെങ്കിൽ പാലാരിവട്ടം, എറണാകുളമാണ്. അതുപോലെ തന്നെ കേരഫെഡ്, തിരുവനന്തപുരം. ബി ഫെഡ് ആണെങ്കിൽ പാപ്പനംകോട്, തിരുവനന്തപുരം. സെറി ഫെഡ് ആണെങ്കിലും എന്ത് തന്നെയാണ്, ഈ ഫെഡ് വരുന്ന 3 തിരുവനന്തപുരമാണ്. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കേരഫെഡ് തിരുവനന്തപുരം, ബി ഫെഡ് പാപ്പനംകോട്, തിരുവനന്തപുരം. സെറി ഫെഡ് പട്ടം, തിരുവനന്തപുരം. പിന്നെ ബാംബു കോർപ്പറേഷൻ അങ്കമാലി, എറണാകുളമാണ്. അതുപോലെ തന്നെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കിയാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വെള്ളാനിക്കര, തൃശ്ശൂരാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സിമ്പിളാണ്, കാസർഗോഡാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം നമുക്കറിയാം വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പാണ്. അതുപോലെ തന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂരിലാണ്. അതുപോലെ തന്നെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉള്ളത് തിരുവല്ല, പത്തനംതിട്ടയിലാണ്. അതുപോലെ തന്നെ മേനോൻപാറ, പാലക്കാട്. കരിമ്പാണെങ്കിൽ തിരുവല്ല, പത്തനംതിട്ടയും, മേനോൻപാറ പാലക്കാടുമാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അമ്പലവയൽ, വയനാടാണ്. കാപ്പി ആണെങ്കിൽ ചുണ്ടിൽ വെച്ചാണ് കുടിക്കുന്നത്, ചുണ്ടയിലാണ്. നാഷണൽ സീഡ് കോർപ്പറേഷൻ നമുക്കറിയാം എവിടെയാണ്? കരമന, തിരുവനന്തപുരമാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണെങ്കിൽ കോട്ടയമാണ്. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ആണെങ്കിൽ വെള്ളയമ്പലം, തിരുവനന്തപുരം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അത്താണി, തൃശ്ശൂരാണ്. കേരള ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപയോഗപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.